നമുക്ക് രാവിലെ തന്നെ ഒന്ന് സൂപ്പർ മാർക്കറ്റ് വരെ പോകാം. ബിക്കോസ് രാവിലെ എണീറ്റപ്പോൾ സാധനങ്ങളൊന്നുമില്ല ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട്. നമുക്ക് ദോശൻ്റെ മാവ് റെഡി ടു യൂസ് കിട്ടലുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അതെന്ത് ചെയ്യാം, മേടിച്ചിട്ട് വേഗം വരാം. ലിഫ്റ്റ് വന്നു. അപ്പോൾ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ ഇതുള്ളത്, സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. നടക്കാൻ മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡാണ്. ഇവിടെ തന്നെ നമ്മളെ 1 to 10 ഒരു ഷോപ്പും ഉണ്ട്. 1 to 10 എന്ന പേര് തന്നെ ഉള്ളൂ. അവിടെ അധികം ഒരു 30 dirhams എബവ് സാധനങ്ങൾ അത് വേറെ ഉണ്ട്. നമ്മളെ സൂപ്പർ മാർക്കറ്റിലെത്തിയിട്ടും അതാണ് സൂപ്പർ മാർക്കറ്റ്. ഇവിടെ എത്തിയിട്ട് നമുക്ക് ദോശമാവ് നോക്കിയിട്ട് മേടിച്ചിട്ട് തിരിച്ചു. ഇതിൻ്റെ ഫേവറേറ്റ് സെക്ഷനാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം ഇരിപ്പുണ്ട്. പക്ഷെ ഇന്ന് അതില്ല, സ്റ്റോക്ക് കഴിഞ്ഞു തോന്നുന്നു. അൽമറായിൻ്റെ ഒരു കാരമലൈസ്ഡ് പുഡിങ്ങും കൂടി ഉണ്ടാവലുണ്ട്, അപ്പം അത് കാണാനില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് നമ്മുടെ മാവ് മേടിച്ചു. നാസ്തൻ്റെ മാവാണ് ഞാൻ മേടിച്ചത്. വേറെ കുറേ ബ്രാൻഡ്സ് ഉണ്ട്, ഉടുപ്പി, അതുപോലെ തന്നെ ID, പലതുണ്ട്. ഞാൻ മേടിച്ചിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച്, സാധനങ്ങളില്ല ഒരു സാധനം മാത്രം മേടിച്ച് തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാം. വേണ്ട, ജസ്റ്റ് എണീക്കുക, പല്ല് തേക്കുക, ഗ്രോസറിക്ക് ഇറങ്ങുക, സാധനം മേടിക്കുക, ദോശ ഉണ്ടാക്കുക, കഴിക്കുക. അത്രയ്ക്ക് ഈസിയാണ് ഇവിടുത്തെ ലൈഫ്. നാസ്ത ഇത് അടിപൊളിയാണ് കേട്ടോ. ID അടിപൊളിയാണ്. ID എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ IDക്ക് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ച് പ്രൈസ് ഉണ്ട്. ഇത് 2.72 dirhamsനാണ് ഇത് കിട്ടിയത്. മിക്കവാറും ചില സമയത്തൊക്കെ ഓഫറിലുണ്ടാകും. നമ്മൾ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് സാധനം എടുത്താൽ മതി. ഓക്കെ, നമുക്ക് തിരിച്ചു പോകാം. ബിൽഡിങ്ങിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ദോശ ഇടാൻ തുടങ്ങിയല്ലോ. റൂമിലെത്തി വേഗം തന്നെ കിച്ചണിൽ കയറിയിട്ട് ദോശ മാവിൻ്റെ പാക്ക് ഒന്ന് തുറന്ന് സെറ്റാക്കുകയാണ്. ഇതേപോലെ റെഡി ടു യൂസ് ആയിട്ടായിരിക്കും ഐറ്റം ഉള്ളത്. നമ്മൾ നാട്ടിലിപ്പോൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. സംഭവം ഈസിയാണ്. പെട്ടെന്ന് വർക്കിനൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ എന്തുകൊണ്ട് ഈസിയാണ്. ഈ ഒരു മാവിനോട് തന്നെയാണ് നമ്മുടെ ഇഡ്ഡലിക്കും അതേപോലെ തന്നെ ദോശയിലേക്കും ഊത്തപ്പത്തിനും എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മാവ് തന്നെ കേട്ടോ. നല്ല അടിപൊളി മാവാണ്. ഇതിങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ പരത്തുക. ഞാൻ ഇതിൻ്റെ പരത്തലൊന്നും വലിയ പെർഫെക്ഷൻ ആയിരിക്കില്ല, കാരണം ഈ ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യിൽ ഇങ്ങനെ പരത്തിയും കൂടിയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗീയൊക്കെ ഒറ്റിച്ചിട്ട് നല്ല ഒരു ക്രിസ്പി ദോശ ആക്കിയാൽ നല്ല ടേസ്റ്റാട്ടോ. നല്ലൊരു ഫ്ലഫി ആൻഡ് ക്രിസ്പി ടൈപ്പ് ഓഫ് ദോശയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ദോശ സെറ്റായി. ഇന്നലത്തെ അടിപൊളി മീൻകറിയും ദോശയും ആണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അത്രയ്ക്കുള്ളൂ. ബൈ ബൈ.